കൊമ്പടിഞ്ഞാലിൽ നാലംഗ കുടുംബം ബന്ധുമരിച്ചതിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമാകുന്നു. നിലവിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. പക്ഷേ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടും മരണത്തിലെ ദുരൂഹത പൂർണ്ണമായി നീക്കാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമായിട്ടാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടോടെയായിരുന്നു കൊമ്പടിഞ്ഞാലിൽ നാലംഗ കുടുംബത്തെ വെന്തു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭയുടെ മാതാവ് പൊന്നമ്മ, ശുഭയുടെ മക്കളായ അഭിനന്ദ്, അഭിനവ് എന്നിവരായിരുന്നു മരണപ്പെട്ടത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി അഗ്നിക്കിരയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ വ്യക്തതക്കുറവ് സംഭവിച്ചതായാണ് വിവരം. കുട്ടികളടക്കം 4 പേർ മരണപ്പെട്ട സംഭവത്തിലെ ദുരൂഹതയും ആശങ്കയും ഒഴിവാക്കണമെന്ന ആവശ്യം സംഭവ ദിവസം മുതൽ വിവിധ കോണുകളിൽ നിന്നും ശക്തമാണ്. നിലവിൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ട്. എന്നാൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരടക്കം രംഗത്തെത്തിയിട്ടുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ വൈദികരുടെ ധാരാളം മൂലമല്ല രംഗത്തെന്നാണ് KMCയുടെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 3 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് വെള്ളത്തൂര്. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്, ആ സ്റ്റേഷൻ പരിധിയിലാണ് ഈ സ്ഥലം. അവരാണ് അന്വേഷണം ചെയ്തത്. അവരുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇടുക്കി SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നത തല ഉദ്യോഗസ്ഥര് ആ വിഷയം, ഈ കേസ് പഠിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. തീപിടുത്ത കാരണമടക്കം വിവിധങ്ങളായ സംശയങ്ങൾ പൊതുപ്രവർത്തകരും സമീപവാസികളും മുമ്പോട്ട് വയ്ക്കുന്നു. സംഭവശേഷം പോലീസ് സ്ഥലത്തു നിന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിരുന്നു. വിവിധ ആളുകളിൽ നിന്നും പോലീസ് മൊഴികളും ശേഖരിച്ചിട്ടുണ്ട്. 4 ജീവനുകൾ കവർന്ന സംഭവത്തിലെ ദുരൂഹത അകറ്റാൻ പോലീസിന്റെ പഴുതടച്ച അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യം ദിവസം കഴിയുന്തോറും ശക്തമാകുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.